ശിവബാലകനെ, മായാരൂപനെ, കൺകണ്ട ദൈവമേ വിഷ്ണുമായി, തിരിതെളിയുന്നീ വേദിയിൽ നിറസാന്നിധ്യമായി വന്നെത്തനേ നാഥ. കനിവോട് നീ വിഘ്നങ്ങൾ മാറ്റുവാൻ, വിജയം വരിക്കുവാൻ കൂടെയുണ്ടാകണേ ചാത്തൻ സ്വാമിയെ. ഓം ശ്രീ വിഷ്ണുമായ സ്വാമിയെ നമഃ. നമസ്കാരം. കളങ്കമില്ലാത്ത മനസ്സുമായി ഏതൊരു ഭക്തൻ പ്രാർത്ഥിച്ചാലും സകല ക്ലേശങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും സംരക്ഷിക്കുന്ന അത്യുഗ്രമൂർത്തിയാണ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി. വിഷ്ണുമായ സ്വാമിയെ ഉപാസിക്കുന്നവരെ അവിടുന്ന് ഒരിക്കലും കൈവിടില്ല. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കും രോഗശമനത്തിനും കുടുംബസൗഖ്യത്തിനും ശത്രുദോഷം മാറാനും കുട്ടിച്ചാത്തൻ സ്വാമിയുടെ അനുഗ്രഹം അത്യന്താപേക്ഷിതമാണ്. നിങ്ങളുടെ ശത്രുക്കളെ, അത് മറഞ്ഞിരിക്കുന്നവരാകട്ടെ അല്ലെങ്കിൽ അറിയുന്നവരാകട്ടെ, എപ്രകാരം പരാജയപ്പെടുത്താമെന്നും ശത്രുദോഷത്തിൽ നിന്നും എങ്ങനെ വിജയം നേടാമെന്നും നമുക്കിന്ന് നോക്കാം. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് വിഷ്ണുമായ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇവിടെ പറയുന്ന 1 മുതൽ 5 വരെയുള്ള സംഖ്യകളിൽ നിന്ന് ഒരു നമ്പർ മനസ്സിൽ വിചാരിക്കുക എന്നുള്ളതാണ്. ശത്രുവിന് മേൽ വിജയം നേടണമെന്നും ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ ഭവിക്കണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു. ഓം ശ്രീ വിഷ്ണുമായ സ്വാമിയെ നമഃ എന്ന് മനസ്സിൽ ജപിച്ച് ഫലങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. 1 എന്ന നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾക്ക് ശത്രുക്കൾ എണ്ണത്തിൽ കുറവാണെങ്കിലും ഉള്ളവർ വളരെ ശക്തരാണ്. കൂടെ നിന്ന് നിങ്ങളെ ചതിക്കുന്നവരോ പുറമേ ചിരിച്ച് മനസ്സിൽ പകയും വിഷവും കൊണ്ട് നടക്കുന്നവരോ ആകാം ഇവർ. പരിഹാരം: നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് 21 ദിവസം മുടങ്ങാതെ വിഷ്ണുമായ സ്വാമിയുടെ മൂലമന്ത്രമോ സ്തോത്രങ്ങളോ ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുക എന്നതാണ്. അടുത്തുള്ള വിഷ്ണുമായ കാവിൽ നിന്നോ മഠത്തിൽ നിന്നോ പൂജിച്ച ഭസ്മം നിത്യവും അണിയുക. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി മറ്റുള്ളവരോട് പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 എന്ന നമ്പറാണ് തിരഞ്ഞെടുത്തതെങ്കിൽ കുടുംബത്തിനകത്തും പുറത്തുമുള്ള ശത്രുശല്യം കാരണം നിങ്ങൾക്ക് മനസമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്. ചിലപ്പോൾ നിങ്ങൾ അറിയാതെ ചെയ്യുന്ന പ്രവൃത്തികളോ പറഞ്ഞ വാക്കുകളോ മറ്റുള്ളവർ വ്യാഖ്യാനിച്ച് ശത്രുതയ്ക്ക് കാരണമാകുന്ന സാഹചര്യമുണ്ട്. പരിഹാരം: സ്വാമിക്ക് നിത്യപൂജയോ പുഷ്പാഞ്ജലിയോ വഴിപാടായി നൽകുക. കാവിൽ ദർശനം നടത്തി ഭഗവാന്റെ ഭസ്മം അണിഞ്ഞ് നിത്യവും പുറത്തേക്ക് പോകുന്നത് ശത്രുക്കളുടെ ദൃഷ്ടിയിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കും. സ്വാമിയുടെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. 3-ാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ മക്കളിലൂടെ നിങ്ങൾക്ക് ദുഃഖം നൽകാനും മക്കളെ നിങ്ങൾക്ക് എതിരാക്കി നിർത്താനും ശ്രമിക്കുന്ന ശത്രുക്കൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾ ഒരിക്കലും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കാത്തവരാണവർ. പരിഹാരം: 41 ദിവസം ഭക്തിയോടെ വിഷ്ണുമായ സ്തുതികൾ പാരായണം ചെയ്യുക. ചാത്തൻ മഠത്തിൽ പോയി ദർശനം നടത്തി അവിടെ നിന്നുള്ള പ്രസാദമായ ഭസ്മം വീട്ടിൽ ശുദ്ധിയോടെ സൂക്ഷിച്ച് നിത്യവും ധരിക്കുക. ഭഗവാൻ നിങ്ങളെ തീർച്ചയായും കാത്തുകൊള്ളും. 4-ാമത്തെ നമ്പറാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ഒരു പരിധിവരെ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ആത്മവിശ്വാസക്കുറവും അലസതയുമാണ് നിങ്ങളുടെ വളർച്ചയെ തടയുന്നത്. നിങ്ങൾ ഉയരങ്ങളിൽ എത്തരുത് എന്ന് ആഗ്രഹിക്കുന്ന ശത്രുക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നിങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത്. പരിഹാരം: നിങ്ങളുടെ കഴിവ് തിരിച്ചറിഞ്ഞ് കഠിനാധ്വാനം ചെയ്യുക. അലസത പൂർണ്ണമായും ഒഴിവാക്കുക. നിത്യവും നിലവിളക്ക് തെളിയിച്ച് വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിക്കുക. കാവിൽ ദർശനം നടത്തി ഭസ്മം അണിയുന്നതിലൂടെ സ്വാമിയുടെ സംരക്ഷണ കവചം നിങ്ങളിലേക്ക് വന്നുചേരും. ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങുക. 5-ാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ
വലിയ മാറ്റങ്ങളും പുതിയ അവസരങ്ങളും വരാൻ പോകുന്നു എന്ന സൂചനയാണ് ഭഗവാൻ നൽകുന്നത്. എന്നാൽ മറ്റുള്ളവരുടെ ശക്തമായ ദൃഷ്ടിദോഷം, കണ്ണുകിട്ടൽ നിങ്ങളെ വലയ്ക്കുന്നുണ്ട്. പരിഹാരം: ദൃഷ്ടിദോഷം മാറാൻ കടുക്, മുളക്, ഉപ്പ് എന്നിവ ഉരിഞ്ഞ് കത്തിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ലഭിക്കുന്ന പുതിയ അവസരങ്ങളെ സ്വാമിയുടെ അനുഗ്രഹമായി കണ്ട് സ്വീകരിക്കുക. വിഷ്ണുമായ കാവിൽ ദർശനം നടത്തി ഭസ്മം ധരിക്കുന്നത് സകല നെഗറ്റീവ് ഊർജങ്ങളായും ഇല്ലാതാക്കി നിങ്ങൾക്ക് പുതിയൊരു ജീവിതം നൽകും. ഏത് പ്രതിസന്ധി വന്നാലും ഭഗവാൻ കൂടെയുണ്ടാകുമെന്ന വിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. ശ്രീവിഷ്ണുമായ കുപ്പിച്ചാത്തൻ സ്വാമി നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമസ്കാരം. ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ. ശ്രീ വിഷ്ണുമായ സ്വാമി ശരണം.